ശുദ്ധമായ റമളാൻ നേരെ പകുതി നമ്മളോട് വിട പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളുമെല്ലാം വളരെ പ്രത്യേകതയുള്ളതും വളരെ പോരിശയുള്ളതും കൂടുതൽ നമ്മൾ നാഥനായ റബ്ബിലേക്ക് ചിലവഴിക്കേണ്ടതുമായ സമയങ്ങളും സന്ദർഭങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ളായ ഫദ്ല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിച്ച് എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. എല്ലാ ഷർറുകളും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് തുറന്നു തന്ന് അല്ലാഹുവേ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വരവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളെ മദീനയിൽ മക്കയിൽ കാത്തുനിന്നതും ആ വരവിനെ കാത്തുനിന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമെല്ലാം ചരിത്രങ്ങളിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ജീവിതം, എങ്ങനെയായിരുന്നു ആ ജീവിതമെന്ന്, എങ്ങനെയായിരുന്നു ആ വരവ് ഉണ്ടായത് എന്ന് എല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ച ഒരേ ഒരു നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹുവേ, ആ മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. ഇന്നലെ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയല്ലോ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ് ഒരാള്. എന്നിട്ട് മഹാനവറുകളോട് പറയുകയാണ്, മഴയില്ല തങ്ങളെ, ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഒരു പരിഹാരം പറഞ്ഞു തന്നാലും. മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണേ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോ. വേറൊരാള് വന്നതോ ദാരിദ്ര്യം മൂലം വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ്. മഹാനവറുകൾ അയാളോടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. മൂന്നാമത്തൊരാൾ വന്നു, സന്താന സൗഭാഗ്യമില്ല തങ്ങളെ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി തങ്ങളെ, മക്കളില്ല തങ്ങളെ. അവരോടും മഹാനവറുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ തന്നെയാണ്, ഇസ്തിഗ്ഫാറിനെ ചൊല്ലിക്കോ. നാലാമത്തൊരാൾ വന്നു, തങ്ങളെ കൃഷിയിൽ ഫുള്ള് നഷ്ടമാണ് തങ്ങളെ, കച്ചവടമില്ല, ബിസിനസ് ഇല്ല തങ്ങളെ. അയാളോടും മഹാനവറുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. അപ്പൊ സദസ്സിലുണ്ടായിരുന്ന കുറെ ആളുകള് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു,
വിവിധങ്ങളായ പ്രശ്നം ഉന്നയിച്ചപ്പോ എല്ലാവർക്കും പരിഹാരമായി പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാറാണല്ലോ. അപ്പൊ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാത്തിനും പരിഹാരം ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, സ്വന്തമായി പറഞ്ഞതല്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഖുർആനിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا. ആകാശലോകത്ത് നിന്ന് മഴകൾ വർഷിക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലേ? പരിഹാരമായി അള്ളാഹ് പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. അതെ, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, നിങ്ങൾക്ക് മക്കൾ വേണോ? വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് അരുവികളും അതുപോലെ തന്നെ തോട്ടങ്ങളും വേണോ? എങ്കിലെല്ലാത്തിനുമുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിച്ചത് അതേ മഹത്തായ ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. എല്ലാത്തിനും പരിഹാരം ഇസ്തിഗ്ഫാറാണ് എന്ന് സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അതിനെ പരിഹാരമായി പറഞ്ഞു കൊടുത്തത് അതേ പരിശുദ്ധമായ ഇസ്തിഗ്ഫാറാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് ഖുർആനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ വലിയ പരിഹാരം. അപ്പൊ എല്ലാത്തിനും വലിയ പരിഹാരം ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നല്ലൊരു സ്വഭാവമാണ്. അല്ലാഹുവിനെ ഏറെ ഇഷ്ടമാണ്. മനുഷ്യരാകുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകളും പാപങ്ങളും എല്ലാം വന്നു പോകാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഏറെ ഇഷ്ടമുള്ള ഒരു അമല് അത് നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് പാപമോചനത്തെ തേടിക്കൊണ്ടേയിരിക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് കാരണമായി എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ യജമാനനായ നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ അല്ലാ. ഇനി വേറൊരു സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലൂടെ മുഹല്ലബ് എന്ന് പറയുന്ന ഒരാൾ അഹംഭാവം പ്രകടമാക്കുന്ന രൂപത്തിൽ നടന്നു. വലിയ കിബറോടുകൂടെ നടന്നു. അപ്പോ മഹാനവറുകൾ ചോദിച്ചു, അല്ലയോ അമാലിം തന്നഹാ മിശ്യ യക്റഹു അല്ലാഹു ഇല്ലാ ബൈന സ്വഫൈൻ. അല്ലയോ മുഹല്ലബേ, ഇത് അല്ലാഹു വെറുക്കുന്ന കാര്യമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ മുഹല്ലബേ? അപ്പൊ മുഹല്ലബ് ചോദിച്ചു, ഞാൻ ആരാണ് നിങ്ങൾക്കറിയുമോ? അമാ തഅരിഫുനീ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള്, എന്നെ ചോദ്യം ചെയ്യാൻ ആരാ? ഞാൻ ആരാണ് നിങ്ങൾക്കറിയുമോ? ഞാൻ ആരാണ്? എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ കുറച്ച് അത്യാവശ്യം തിരക്കെടുത്ത ആളാണ്. ഞാൻ നടന്നാൽ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് ആ ദാർഢ്യ മനോഭാവത്തോടുകൂടെ മുഹല്ലബ് എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നത്.
ഉടനെ മഹാനവറുകളോട് മുഹല്ലബ് ചോദിച്ചു, ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ? അഹംഭാവത്തിന്റെ ചോദ്യമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചോദ്യമാണ്. ഉടനെ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ബല, എനിക്കറിയാം. അവ്വലുക നുത്ഫത്തും മദിറാ, നീ ആദ്യം നിന്റെ തുടക്കം മ്ലേച്ഛമായ ഇന്ദ്രിയമായിരുന്നു. അവ്വലുക നുത്ഫത്തും മദിറ, നിന്റെ തുടക്കം അതേ ഒരു മ്ലേച്ഛമായ ഇന്ദ്രിയമായിരുന്നു, നുത്ഫയായിരുന്നു. വആഖിറുക ജീഫാ, അന്ത്യം മലിനമായൊരു ശവമാണ്. ആദ്യം നിന്റെ തുടക്കം അതേ മ്ലേച്ഛമായ ഇന്ദ്രിയമാണ്, നിന്റെ അന്ത്യമാണെങ്കിലോ അതേ മ്ലേച്ഛമായ മലിനമായ ഒരു ശവമാണ്. എന്നിട്ടോ മഹാനവറുകൾ പറയുകയാണ്, അതേ വആഖിറുക ജീഫത്തുൻ കദിറാ വഅൻത ഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദറത ഫൻകസറാ. സുബ്ഹാനല്ലാഹ്. അതേ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു മലം ചുമന്ന് നടക്കുകയാണ് നീ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വർത്തമാനമാണല്ലേ. അല്ലാഹ്, ആദ്യം ഒരു മ്ലേച്ഛമായ ഒരു ഇന്ദ്രിയം, രണ്ടാതിന്റെ അതുപോലെ അവസാനമാണെങ്കിൽ മലിനമായൊരു ശവം, അതിന്റെ ഇടയിൽ മലം ചുമന്ന് നടക്കുന്ന ഒരാൾ. അങ്ങനെയല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ? ആദ്യം നമ്മളൊരു ഇന്ദ്രിയമായിരുന്നു, ഇന്ദ്രിയ തുള്ളിയായിരുന്നു. പിന്നീട് അല്ലാഹു നമുക്ക് ജീവൻ തന്നു, മനുഷ്യനായി പിറപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇനി മരണപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മലിനമായൊരു ശവമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെ? ഒരു ദിവസം വെക്കാൻ പറ്റും, രണ്ടാമത്തെ ദിവസമൊക്കെ ഒരു പക്ഷേ വെച്ച എന്ന് വരാം. ദിവസങ്ങൾ കഴിയും തോറും ദുർഗന്ധം വമിക്കാൻ തുടങ്ങൂലേ? ഭൂമി ലോകത്ത് ആ ശരീരത്തെ വെക്കാൻ പറ്റുമോ? ഒരാളുടെയും ശരീരം ഭൂമി ലോകത്തേക്ക് അങ്ങനെ വെക്കാൻ പറ്റൂല. അത് ദിവസങ്ങൾ കഴിയും തോറും ചീഞ്ഞു നാറുന്നൊരു ഒരു മലിനമായി മാറും. എന്നിട്ട് ആ ജീവിതത്തിന്റെ ഇടയിൽ നമ്മളാണെങ്കിലോ നമ്മളിങ്ങനെ മലിനം ചുമന്ന് നടക്കുന്ന, കാഷ്ടം ചുമന്ന് നടക്കുന്ന ആളുകളാണ്. വയറ്റിന്റെ ഉള്ളിൽ മുഴുവനും കാഷ്ടമാണ്. ആ കാഷ്ടവും ചുമന്നിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ടെന്ന് തന്നെ പറയാം. ആ മലിനവും കൊണ്ട് നടക്കുന്ന ആളായ നമുക്ക് എങ്ങനെ കിബിർ നടിക്കാൻ കഴിയും? ഞാൻ വലിയ ആളാണെന്ന് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഞാൻ വലിയ ആളാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ മുഹല്ലബ് പറഞ്ഞു, ഇപ്പോ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? അറഫ്തനീ ഹഖൽ മാരിഫ, നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്, കിബർ നടിക്കാൻ ഒരു വകുപ്പും നമുക്കില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഖൽബ് നന്നാവണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോക്കുമ്പോ മഹാനവറുകൾ കാണുന്ന തന്റെ മകനെ കടയിലെ ത്രാസിന്റെ തട്ട് ഇടയ്ക്കിടെ തന്റെ വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് തുടക്കുന്നത് കാണാനിടയായി. സുബ്ഹാനഹു യംസഹു കഫത്തൽ മീസാൻ ബിതർഫി സൗബിഹി ലിമാദാ തഫ്അലു ദാലിക്. ഓ പൊന്നുമോനെ, നീ എന്താണ് ചെയ്യുന്നത്? തന്റെ വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട്
കടയില് തൂക്കുന്ന ത്രാസുണ്ടല്ലോ, ആ ത്രാസിന്റെ തട്ട് ഇടക്കിടക്ക് വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് തുടക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. الله الله. അതുകൊണ്ട് പറയട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. മഹാനവറുകൾ ചോദിച്ചു, മോനെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? വസ്ത്രത്തിന്റെ അറ്റെടുത്തിട്ട് ഈ തൂക്കുന്ന തുലാസ് ഇങ്ങനെ തുടക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ലിമാദാ തഫ്അലു ദാലിക്. അപ്പോഴാണ് മകന്റെ മറുപടി, ഉപ്പാ, ഇതിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിക്കൊടുക്കുമ്പോ വഴിയിലെ പൊടിപടലങ്ങളും കൂടി പൊടിപടലങ്ങൾ പാറിയിട്ട് ഈ ത്രാസിന്റെ ഒരു ഭാഗത്തുള്ള തൂക്കം കൂടിയാലോ, ആ തൂക്കവും കൂടി ഇതിൽ ഉൾപ്പെടാതിരിക്കാനാണ് ഞാനിങ്ങനെ വസ്ത്രം കൊണ്ട് ഇത് തുടച്ചു കളയുന്നത്. സുബ്ഹാനല്ലാഹ്. ഉടനെ മഹാനവറുകൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, മോനെ, യാ ഇന്ന അമലക ഹാദാ യാ ബുനയ്യ അഫ്ളലു ഇൻദി മിൻ ഹജ്ജതൈനി വ ഉംറതൈനി. മാഷാ അല്ലാഹ്, നിങ്ങൾ മോൻ ചെയ്ത ഈ അമലുണ്ടല്ലോ, എൻ്റെ അടുക്കല് അഫ്ളലു ഇൻദി മിൻ ഹജ്ജതൈനി വ ഉംറതൈനി, 2 ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും 2 ഉംറ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പുണ്യമുള്ള അമലാണ് മോനെ. സീർ അലാമിൻ നുബലാ, ഇതിൽ ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. സത്യസന്ധതയോടുകൂടെ ജീവിക്കുക, ആരെയും പറ്റിക്കാതെ ജീവിക്കുക, ആരോടും കളവ് പറയാതെ ജീവിക്കുക, കച്ചവടത്തിൽ സത്യസന്ധത കൊണ്ടുവരിക. ഇതെല്ലാം
മുമിനീങ്ങളായ നമുക്ക് ആവശ്യമാണ്. 2 ഹജ്ജിന്റെയും 2 ഉംറയേക്കാളും എനിക്ക് അഫ്ളലായി കാണുന്നത് ഈ മകൻ ചെയ്ത പുണ്യകർമ്മമാണ് മോനെ. തുലാസിന്റെ ത്രാസിന്റെ ഇടയിൽ ആ ത്രാസിന്റെ തൂങ്ങിക്കിടക്കുന്ന ത്രാസിന്റെ ആ പാത്രത്തിൽ പൊടിപടലങ്ങൾ വന്ന് പിടിച്ച് അല്പം ഒരു പക്ഷേ ഏതെങ്കിലും അതേ നമ്മളെ തൂക്കം അല്പം ഒന്ന് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടത് വസ്ത്രം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയാണ്. അതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ പറയുകയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം മഹാനവറുകളുടെ കാലഘട്ടങ്ങളിൽ ശക്തമായ വരൾച്ച ബാധിച്ചു. വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, വലിയ പ്രയാസമായി. മഹാനവറുകളോട് ബനൂ ഇസ്രായേലിയർ വന്നിട്ട് സങ്കടം പറഞ്ഞു, അല്ലയോ മൂസാ നബിയേ, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയേ, ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തരുമോ? മഹാനായ മൂസ നബി അലൈഹിസ്സലാം എല്ലാവരെയും കൂട്ടിപ്പോയി വലിയ മരുഭൂമിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, മുല കുടിക്കുന്ന കുട്ടികളുണ്ട്, മൃഗങ്ങളുണ്ട്, വാർദ്ധക്യമായവർ ഞങ്ങളിലുണ്ട്, അതിനാൽ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. അപ്പോഴാണ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അപ്പോഴാണ് അവസാനത്തെ കാലത്ത് അയക്കപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണമേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഏത് പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടാനുള്ളൊരു വഴിയാണല്ലോ. മുത്തു റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ച് ദുആ ചെയ്താൽ ആ ദുആ മുസ്തജാബാണ്. ഇന്നലെ നമ്മൾ ദുആ ചെയ്തു, അൽഹംദുലില്ലാ. ചെറിയ രൂപത്തിലൊക്കെ ഫ്ലൈറ്റ് ഇവിടുന്ന് പറന്നുയരാൻ തുടങ്ങുകയും വരാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായി അത് അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. അള്ളാഹു പൂർണ്ണമായ നിലക്ക് അള്ളാഹു അത് റാഹത്താക്കി തരട്ടെ. രാജ്യങ്ങൾക്കിടയിലും രാജ്യഭരണാധികാരികൾക്കിടയിലും അള്ളാഹു നല്ല മനസ്സും സമാധാനവും അള്ളാഹു ഇട്ടുകൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അവസാനമായി അയക്കപ്പെടുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ജാഹ് കൊണ്ട് മഴ വർഷിപ്പിക്കണേ അല്ലാഹ്. അപ്പോഴതാ അല്ലാഹുവിന്റെ മറുപടി വരികയാണ്. ഓ മഹാനായ മൂസാ നബിയെ, നിങ്ങൾക്ക് മഴ ലഭിക്കാതിരിക്കാൻ കാരണം 40 വർഷമായി തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നബിയേ. അയാളെ മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് മഴ ലഭിക്കുന്നതാണ്. അല്ലാഹു അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അനുയായികളെ വിളിച്ച് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തില് 40 വർഷമായി തെറ്റുമൈത് ചെയ്ത് മാത്രം ജീവിക്കുന്ന മനുഷ്യനുണ്ട്. അത് കാരണമാണ് നമുക്ക് മഴ ലഭിക്കാത്തത്. 40 വർഷമായി നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ 40 വർഷമായി തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ തെറ്റുള്ള ചെയ്ത ആള് ഈ സദസ്സിലുള്ളത് കൊണ്ടാണ്
മഴ പെയ്യാത്തത്. അതിനാൽ അവർ ഇവിടുന്ന് പോകേണ്ടതാണ്, എഴുന്നേറ്റ് പോകണം. ഇനി ഈ സദസ്സിൽ അവർ നിൽക്കാൻ പാടില്ല, ഇനി ഈ സദസ്സിൽ അവർ ഇരിക്കാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ ആ സദസ്സിലുള്ള പാപിയായ മനുഷ്യൻ ചുറ്റുഭാഗവും നോക്കുകയാണ്. ആരും പുറത്തു പോകുന്നില്ലല്ലോ. അല്ലാ, എല്ലാരും അവിടെ ഇരിക്കാണ്, ആരും എഴുന്നേറ്റ് പോകുന്നില്ല, എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത് അവരെഴുന്ന് എഴുന്നേറ്റ് പോകണമെന്നാണല്ലോ. ഈ പാപിയായ മനുഷ്യൻ 40 വർഷമായി തെറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപിയായ മനുഷ്യൻ, അയാൾ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുമല്ലോ. ആരും പുറത്തു പോന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് പോയാൽ ആളുകളൊക്കെ മനസ്സിലാക്കും ഞാനാണ് ആ തെറ്റ് ചെയ്ത ആള്, ഞാനാണ് ആ പാപിയായ ആള്, ഞാനാണ് ആ ഹറാമിയായ ആള്, ഞാനാണെന്ന് എല്ലാവരും മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ലെങ്കിലോ മഴയും ലഭിക്കുകയും ഇല്ല. ഒടുവിൽ അയാൾ എന്ത് ചെയ്തെന്നറിയുമോ? അയാളുടെ തല അയാളുടെ വസ്ത്രത്തിന്റെ ഉള്ളിലാക്കി. ഇങ്ങനെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ തലയാക്കിയിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാ ഇലാഹനാ, യാ റബ്ബേ, യാ അല്ലാഹ്, 40 വർഷമായി ഞാൻ നിന്നോട് പാപങ്ങൾ ചെയ്തിട്ടും നീ എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ റബ്ബേ. 40 കൊല്ലമായി ഞാൻ തെറ്റ് മാത്രം ചെയ്യുകയാണ്, എന്നിട്ടും റബ്ബേ നീ എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ അല്ലാഹ്. റബ്ബ് വലിയ കാരുണ്യമുള്ളവനാണ്, കരുണാമയനാണ്. ഭൂമി ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരോടും അള്ളാഹുവിനെ അനുസരിക്കാത്തവരോടും കരുണ ചെയ്യുന്ന റഹ്മാനാണ് അല്ലാഹ്. ആ റബ്ബിന് മറ്റൊരു സിഫത്ത് കൂടിയുണ്ട്, റബ്ബ് റഹീമാണ്. ഭൂമി ലോകത്ത് റബ്ബിനോട് നന്ദി ചെയ്യുന്ന, അനുസരണ കാണിക്കുന്നവരോട് ആഖിറത്തിൽ പ്രത്യേകമായ കാരുണ്യം കാണിക്കുന്ന റബ്ബ്. ആ കാരുണ്യം അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് ആഖിറത്തിൽ ലഭിക്കൂല. ദുനിയാവിൽ ലഭിച്ചു എന്ന് വരാം, ദുനിയാവിൽ അവർ വലിയ പണക്കാരായെന്ന് വരാം, പത്രാസിൽ നടന്നു എന്ന് വരാം, തെറ്റുകൾ മാത്രം ചെയ്യുന്നവരല്ലേ, പിന്നെ എന്താ ഇങ്ങനെ ജീവിക്കുന്നത്? ഒരു വലിയ ഉഷാറാണല്ലോ, അവര് വലിയ ഉന്നതിയിലാണല്ലോ, എന്തേ അവർക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു റഹ്മാനാണ്. ആ റഹ്മാനായ റബ്ബ്, ആ യജമാനനായ അല്ലാഹ്, ആ റബ്ബ് എല്ലാവരോടും കരുണയുള്ളവരാണ്. അതുകൊണ്ട് റബ്ബേ, ഇത്രയും 40 കൊല്ലമായി ഞാൻ തെറ്റ് മാത്രം ചെയ്തിട്ട് നീ എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ അല്ലാഹ്. ഞാനിതാ നിന്നിലേക്ക് അനുസരണയോടുകൂടെ മടങ്ങുകയാണ്, നിന്നോട് പാപമോചനത്തെ തേടുകയാണ്. ഇല്ല റബ്ബേ, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല അല്ലാഹ്. ഞാനിതാ നിന്നിലേക്ക് അനുസരണയോടെ മടങ്ങുന്നു റബ്ബേ. ഈ പാപിയായ എന്നെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് മനസ്സറിഞ്ഞുള്ള ദുആയായിരുന്നു, അത് ആത്മാർത്ഥതയുള്ള ദുആയായിരുന്നു, അത് റബ്ബിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആയായിരുന്നു. ആ ദുആ റബ്ബ് കേട്ടു. 40 വർഷം തെറ്റ് മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ പാപമോചനത്തെ, തൗബയെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ
ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. നമ്മള് അള്ളാഹുവിനോട് പാപമോചനത്തെ തേടേണ്ട രൂപത്തിൽ തേടിയാൽ റബ്ബ് നമ്മളെ വെറുതെയാക്കുകയില്ല. അതുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. നാഥനായ റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കരയണം, കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർക്കണം. ഇല്ല റബ്ബേ, ഇനി ആ തെറ്റിലേക്ക് ഞാൻ നീങ്ങില്ല അല്ലാ എന്ന് ശപഥം ചെയ്യണം. നമ്മൾ വിചാരിക്കും പോലെയല്ല ഓരോ വർത്തമാനങ്ങളും ഓരോ ക്ലാസുകളും ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ഖൽബില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ മഹത്തായ ക്ലാസ് കേട്ടിട്ട് ഹൃദയം അലിഞ്ഞു പോയവരുണ്ട്, മനസ്സ് നന്നാക്കിയവരുണ്ട്, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയവരുണ്ട്. എത്ര മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. ഉസ്താദേ, ഇന്നാലിന്ന സംഭവം പറഞ്ഞപ്പോ, ഇന്നാലിന്ന വിഷയം ഓർമ്മപ്പെടുത്തിയപ്പോ, ഇസ്തിഗ്ഫാറിൽ പങ്കെടുത്തപ്പോ, പാതിരാത്രി എഴുന്നേറ്റ് കരയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദേ, എന്റെ മനസ്സിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. എന്റെ ഖൽബ് തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ അത് കാരണമായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഹൃദയാന്തരങ്ങളെ നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു അവർക്ക് അതിനുള്ള നല്ല വഴികളെ നാഥനായ റബ്ബ് തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. ഹൃദയത്തിൽ പിടച്ചുപോയവരുണ്ട്, ഖേദിച്ച് മടങ്ങിയവരുണ്ട്, കരയുന്നവരുണ്ട്, പാതിരാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ കരയുന്നവരുണ്ട്. റമദാനിൽ കരയണം. റമദാൻ കരയാനുള്ള മാസമാണ്. റമദാൻ കരയാനുള്ള മാസമാണ്. കണ്ണിലൂടെ കണ്ണുനീരുകൾ വാർക്കാനുള്ള മാസമാണ്. ചെയ്തുപോയ തെറ്റുകളെ ഖേദിച്ച് മടങ്ങാനുള്ള സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ്, നേരങ്ങളാണ്. ഇല്ല റബ്ബേ, ഇനിയൊരു തെറ്റിലേക്കും ഞാൻ നീങ്ങൂല എന്ന് അതേ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ ക്ലാസ് കേൾക്കാനിടയായി. ജീവിതത്തിൽ ആ പെൺകുട്ടി എല്ലാ ദിവസവും ആരോടൊക്കെയോ ചാറ്റിങ്ങുകളായിരുന്നു, ഹറാമായ ബന്ധങ്ങളായിരുന്നു. ക്ലാസ് കേട്ടിട്ട് ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു ഉസ്താദേ എന്ന് വിവരങ്ങൾ പറഞ്ഞവരുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം അല്ലാഹു നന്നാക്കി തരട്ടെ. ഈ പാപിയായ 40 വർഷമായി തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി. അല്ലാഹുവേ, യാ റബ്ബ്, യാ റബ്ബ്, ഈ പാപിയോട് നീ പൊറുക്കണേ അല്ലാ. മനസ്സറിഞ്ഞ ഖാലിസായ തൗബ, ആരെയും കാണിക്കാനല്ല, അല്ലാഹുവിന്റെ മുന്നിൽ പരിപൂർണമായി പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്ന ഒരു ഖൽബ്. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ഇനിയില്ല അങ്ങനെ ഒരു സ്വഭാവം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പൂർണ്ണമായി തീരുമാനമെടുത്തുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആ വലിയ തായിബീൻ എന്ന് പറഞ്ഞ ആ വിഭാഗം. അങ്ങേയറ്റത്തെ ഖേദം വേണം, ദുഃഖം വേണം. അതാണ് തൗബ എന്ന് പറയുന്നത്. ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം ഖേദിക്കുക. ഇല്ല റബ്ബേ, ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല അല്ലാ. ചെയ്തത് വലിയ പാപമാണല്ലോ. ഇത്ര കാലമായി ഇങ്ങനെ തെറ്റ് ചെയ്ത് നമ്മൾ ജീവിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ മനുഷ്യന് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയപ്പോ നല്ല മഴ വർഷിക്കാൻ തുടങ്ങി. അപ്പം മഹാനായ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ ആരും പുറത്തേക്ക് പോയില്ലല്ലോ.
ആരും പുറത്തേക്ക് പോയില്ലല്ലോ റബ്ബേ. പിന്നെ എങ്ങനെയാണ് അല്ലാ ഇവർക്ക് നീ ആ മനുഷ്യനിക്ക് എങ്ങനെയാണ് നീ പുറത്തു കൊടുത്തത് റബ്ബേ? എന്താണ് കാരണം? ആരും പുറത്തു പോയില്ലല്ലോ. 40 വർഷമായി തെറ്റും ചെയ്യുന്ന ആള്, അയാൾ ഇപ്പോഴും സദസ്സിലുണ്ടല്ലോ, അയാള് പോയിട്ടില്ലല്ലോ റബ്ബേ. പിന്നെ എങ്ങനെയാണ് മഴ വർഷിച്ചത്? അപ്പൊ അല്ലാഹു പറഞ്ഞു, ഓ മൂസാ നബിയേ, ഇപ്പോൾ നിങ്ങൾക്ക് മഴ ലഭിക്കാൻ കാരണം ആ തെറ്റ് ചെയ്ത മനുഷ്യനാണ്. നേരത്തെ അയാൾ കാരണമാണ് മഴ തടയപ്പെട്ടത്, ദുആഇന് ഇജാബത്ത് കിട്ടാതിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ദുആഇന് ഇജാബത്ത് കിട്ടിയത്, ഇപ്പോൾ മഴ പെയ്തത് അതേ തെറ്റുകാരൻ കാരണം തന്നെയാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം, അതേ അല്ലാഹുവേ, അയാൾ എനിക്കൊന്ന് കാണിച്ചു തരൂ അല്ലാ. നേരത്തെ മൂസാ നബി അലൈഹിസ്സലാമിന് അയാൾ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തെറ്റുകളൊക്കെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അയാൾ ഖേദിച്ച് മടങ്ങി. അയാള് കാരണം മഴ വർഷിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, അയാൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ അല്ലാ? നബിമാർക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിയും, പക്ഷെ അത് അല്ലാഹു വിചാരിക്കണം. ഏത് നബിമാർക്കും ഗൈബിയായ മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഗൈബിയായ കാര്യങ്ങൾ അറിഞ്ഞില്ലേ? മഹാന്മാരായ അമ്പിയാക്കൾ അറിഞ്ഞില്ലേ? സ്വാലിഹീങ്ങൾ അറിഞ്ഞില്ലേ? അറിയും, അറിയാതിരിക്കൂല. പക്ഷേ അറിയണമെങ്കിൽ അല്ലാഹു അറിയിച്ചു കൊടുക്കണം. സ്വന്തമായി ഒരു കഴിവും ഒരാൾക്കും ഇല്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആർക്കായാലും നമ്മള് ഈ കൈ ഇപ്പോൾ പൊക്കിയത് ഇത് അല്ലാഹു തന്ന കഴിവ് കൊണ്ടാണ്. ഇപ്പോൾ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നു, ഈ അടഞ്ഞ കണ്ണുകൾ തുറക്കുന്നത് അല്ലാഹു തന്ന കഴിവ് കൊണ്ടാണ്. ഇങ്ങനെ ദുനിയാവിൽ എന്ത് കഴിവുകളായാലും അല്ലാഹു തന്നത് മാത്രമേയുള്ളൂ. അല്ലാഹു തരാത്തതായ ഒരു കഴിവും നമുക്കില്ല. ഇതുപോലെയാണ് എല്ലാവർക്കും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് ഉള്ള കഴിവുകളെല്ലാം അത് അല്ലാഹു കൊടുത്ത കഴിവുകളാണ്. അല്ലാഹു കൊടുക്കാതെ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കും ഒരു കഴിവും ഉണ്ടാവുകയില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസം അതുകൊണ്ട് എല്ലാ നബിമാർക്കും എല്ലാ ഗൈബിയായ കാര്യങ്ങളും അറിയും. പക്ഷെ അറിയണമെങ്കിൽ അത് അല്ലാഹു കാണിച്ചു കൊടുക്കണം. അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ ചോദിച്ചത് ആ തെറ്റുകാരനായ പാപമോചനം ചെയ്ത, മഴ വർഷിക്കാൻ ആദ്യം മഴ തടയാനും പിന്നീട് മഴ വർഷിക്കാനും കാരണമായ ആ മനുഷ്യനെ എനിക്ക് നീ ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? എന്താണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ മറുപടി? ഓ മൂസാ നബിയെ, പാപം ചെയ്യുന്ന സമയത്ത് അയാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അയാളെ കാണിച്ചു തരേണ്ടതായിരുന്നു. അപ്പോൾ പോലും അയാളെ ഞാൻ കാണിച്ചു തന്നില്ല. ഇപ്പൊ അയാളാണെങ്കിൽ തെറ്റുകളിൽ നിന്നൊക്കെ മോചനം നേടി, അള്ളാഹുവിനോട് പാപമോചനത്തെ തേടി എന്നിലേക്ക് ഖേദിച്ച് മടങ്ങി. അങ്ങനെ അയാള് നന്നായി. അങ്ങനെയുള്ള നന്നായ ആളെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാനോ? നടക്കൂല. അയാള് ഞാൻ ഈ സമയത്ത് മാനം കെടുത്തുകയോ? അല്ലാ, മൂസാ നബിയേ, ഞാൻ നമീമത്തുകാരോട് കോപിക്കുന്നവനാണ്, എന്നിട്ട് ഞാൻ തന്നെ നമീമത്തുകാരനാവുകയാണോ മൂസാ നബിയേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകളോട്, പാപമോചനത്തെ തേടുന്ന ആളുകളോട് അള്ളാഹുവിന് എത്ര വലിയ ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്.
അള്ളാഹു തെറ്റ് ചെയ്യുന്ന ആളെ പരസ്യമാക്കുന്നില്ലല്ലോ. ഇന്നാലിനെ തെറ്റ് ചെയ്യുന്ന ആളാണ് ഇയാളെന്ന് അള്ളാഹു നമ്മളെ കുറിച്ച് പറയുന്നില്ലല്ലോ. ആ നാഥനായ റബ്ബ് എത്ര വലിയ മാന്യനാണ്, കരീമാണ്. ആ യജമാനനായ റബ്ബ്, ആ റബ്ബിലേക്ക് പാപങ്ങൾ പൊറുക്കപ്പെടിച്ച് ഖേദിച്ച് മടങ്ങി ആ മടങ്ങിയ ആളോട് അള്ളാഹുവിനുള്ള ഇഷ്ടം എത്ര വലിയ ഇഷ്ടമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ പോലും അയാളെ അള്ളാഹു പറഞ്ഞു കൊടുത്തില്ല. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ്. ഏതെങ്കിലും ഒരു തെറ്റ് നമ്മളോട് ഒരാൾ ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല, ആളായ ആളുകളോട് മുഴുവനും പറഞ്ഞു നടക്കുക. നമീമത്തല്ലേ അത്? നമ്മാമിന് ഖബറിൽ വലിയ ശിക്ഷയല്ലേ? ചില ശിക്ഷകളൊക്കെ അല്ലാഹു നാളെ ആഖിറത്തിലാ കൊടുക്കുക. എന്നാല് നമീമത്ത് പറയുന്ന ആളെ ശിക്ഷ ഖബറിൽ തന്നെയാണ്, ഖബറിൽ തന്നെ കിട്ടും. വെറുതെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആള്, അതും ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കുള്ള ശിക്ഷ ഖബറിലാണ്. അല്ലാഹു ആഖിറത്തിലേക്കൊന്നും മാറ്റിവെക്കൂല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊരു ഇസ്തിഗ്ഫാറിന്റെ പത്താണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ. നമ്മള് ഒരു 14 ദിവസത്തെ പ്രത്യേകമായ കർമ്മങ്ങളിലേക്ക് നാളെ മുതൽ കടക്കുകയാണല്ലോ. നാളെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമുക്ക് ഖേദിച്ച് മടങ്ങി അങ്ങനെ ഒരു 14 ദിവസം നമുക്ക് തയ്യാറാകണം. ആ 14 ദിവസത്തില് നമ്മള് ഇൻഷാ അല്ലാഹ് മഹാരഥന്മാരായ സ്വഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ പേരിൽ, ആ മഹാന്മാരായ 14 സ്വഹാബത്തിന്റെ പേരിൽ, ഓരോരുത്തരുടെയും പേരിൽ ഫാത്തിഹ ഓതി നമ്മൾ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പകൽ സമയങ്ങളിൽ ചില ദിക്റുകൾ, രാത്രിയിൽ അതിനാവശ്യമായ ചില ദിക്റുകൾ, കുറഞ്ഞ സമയം, അത് കൃത്യമായി 40 ദിവസം ചെയ്ത് നമ്മൾ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ 14 സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവെടിയുകയില്ല. വലിയ പരിഹാരമാണ് ബദറിലെ 14 സ്വഹാബത്ത്. അത് വലിയ മുജറബായ കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് പരിശോധിച്ചിട്ട് വലിയ അത്ഭുതകരമായ ഫലം കിട്ടിയ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നാളെ നമുക്കത് തുടങ്ങണം. എല്ലാവരും റെഡിയല്ലേ? പരമാവധി ആളുകളിലേക്ക് ആ സന്ദേശങ്ങൾ കൈമാറണം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് 14 ദിവസം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച മുറാദ് വളരെ പെട്ടെന്ന് അള്ളാഹു നമുക്ക് ഹാസുലാക്കി തരണം. അതിൽ മക്കളില്ലാത്തവരുണ്ടാകും, അതിൽ വീടില്ലാത്തവരുണ്ടാകും, അതിൽ ജയിലുകളിൽ കുടുങ്ങിയവരുണ്ടാവും. എനിക്കെന്നെ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആശ്വാസം എവിടെ നിന്നാണ് റബ്ബ് തരിക എന്നറിയില്ല. 14 സ്വഹാബത്തിനെ നമ്മള് ഇൻഷാ അല്ലാഹ് തവസ്സുൽ ചെയ്ത് 14 ദിവസം, അതും പരിശുദ്ധമായ ബദരീങ്ങളെ ഓർക്കുന്ന ആ 14 ദിവസം ഇൻഷാ അല്ലാഹ് ശുദ്ധമായ റമളാൻ 27 രാവിലും 27 പകലിലും നമുക്കതിന്റെ പ്രത്യേകമായ ദുആകളും സദസ്സുകളും ഒക്കെ നടത്താനുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ വെറുതെയാക്കുകയില്ല. അള്ളാഹു നമുക്കൊരു പരിഹാരം കാണിച്ചു തരും. പറയേണ്ട ആളുകളോടൊക്കെ വിഷയങ്ങൾ പറയണം. ഒരു 14 ദിവസമെങ്കിലും മദനിയത്തിൽ കണ്ടിന്യൂ ആയി പങ്കെടുക്കാൻ വേണ്ടി പറയണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇന്നാലിന്ന വിഷയം നമുക്ക് റാഹത്താക്കി തരണം എന്ന നല്ല നീയത്തോടുകൂടെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് നാളെ മുതൽ ഇൻഷാ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് അതിന്റെ വഴികൾ തുറന്നു തരണേ അല്ലാഹ്. എല്ലാ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഞങ്ങൾക്ക് നീ ഹാസുലാക്കി തരണേ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയാണ്. സലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ വസന്തം വരുന്നു, മക്ക കാത്തിരിക്കുന്നു എന്ന ആ നമ്മുടെ വിഷയാവതരണത്തിലേക്ക് നമുക്ക് കടക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام عليك أيها النبي ورحمة الله وبركاته.
السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه سلام. صلوات تسليم على حميم زمرا ترحيب ترضية عليه السلام. بدر الهدى نورا يطفي نار الكفر فلما بدا في دون دين الهدى والسلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. شهد الجمال ولب حيثما استل بدر مدينة شفاء أنت رسول الله والسلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. تأمين ظبيتي حتى ترجع لمن اصطاد سريعا لمانا نبي وافت عليه سلام. صاحب البراق
رفرف الأعلى رسول الله صلوات تحيات عليه السلام قد ورم القدم بطول العمل قياما ديدنا لله قد غفر ذنوب للحبيب السلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام خروج دين الإسلام قد قاروبا خذوه فغلوه أيها الورى صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام كن إلهي جنة الفردوس بحق طه المصطفى القريشي صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام عليه السلام عليه السلام ഇൻഷാ അല്ലാഹ് ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ബദരീങ്ങളെ മുമ്പറക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിശുദ്ധമായ അവിടുത്തെ പരിശുദ്ധരായ പിതാമഹന്മാരെ കുറിച്ച് പറഞ്ഞത്. പരിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നത്, മഹാന്മാരായ ആ പിതാമഹന്മാരെ നമ്മൾ ഓർത്തത്. അതോടൊപ്പം അതിൽ പ്രധാനപ്പെട്ട അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതുപോലെ അതിനുശേഷം ശുദ്ധമായ മക്കയുടെ കഅബയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, കഅബയുടെ പുനരുദ്ധാരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആ പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആ ചരിത്രത്തിലേക്കൊന്നും കടക്കാതെ ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഇനി ഒരാളെ കുറിച്ച് കൂടി പറയാതെ ആ ചരിത്രം പൂർണ്ണമാവുകയില്ല. ആ ചരിത്രത്തിന്റെ തുടക്കം തന്നെ ശരിയാവുകയില്ല. ആ പേരാണ് മഹദിയായ ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹ. ആ ഉമ്മയെ കുറിച്ച് പറയാതെ എങ്ങനെ ആ ചരിത്രം പൂർത്തിയാകും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കുറിച്ച് പറയുമ്പോ ആ ഉമ്മക്കുണ്ടായ മഹത്വവും ബഹുമാനവും ആദരവുമെല്ലാം എത്ര വലുതാണ്. എല്ലാ ദിവസവും മദനിയത്തിൽ ആ ഉപ്പയുടെയും ആ ഉമ്മയുടെയും പേരിൽ നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്. ഇലാ ഹളറത്തി അബീഹി വ ഉമ്മിഹി എന്ന് നമ്മൾ പറയാറില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ ഫാത്തിഹ ഓതാതെ ഒരു ദിവസത്തെ മദനിയവും ഉണ്ടാകാറില്ല. ലോകത്തെ ഏറ്റവും വലിയ ബഹുമാനമുള്ള മാതാപിതാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മഹത്വമുള്ളവരാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നാണ് അതിന്റെ ഉത്തരം. ആ ഉത്തരത്തിന്റെ കൂടെ എഴുതി ചേർക്കേണ്ടതാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്വമുള്ള മാതാപിതാക്കൾ ആരാണെന്ന ചോദ്യത്തിന് വേറെ ഒരു ഉത്തരം ഇല്ല.
ആ ഉത്തരം ഒന്നേ ഒന്ന് മാത്രമാണ്. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവും ഉമ്മ ബീബി ആമിന റളിയല്ലാഹു അൻഹയും. അതിൽ വേറൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. അത്രയും വലിയ ബഹുമാനമുള്ള ആദരവുള്ള ഒരു ഉമ്മയാണ് മഹദിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹ. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂലുമായുള്ള ബന്ധം രക്തബന്ധം അല്ലല്ലോ. ആ ബന്ധം എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടായി ചേർന്ന ബന്ധമാണ്. അത് വലിയ ബന്ധമായി മാറി, അത് വലിയ മഹത്വമുള്ള ബന്ധമായി മാറി. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ബന്ധമായി മാറി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ബന്ധം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഉദരങ്ങളിൽ ചുമന്ന ആ വലിയ ബന്ധമാണ്. അത് രക്തബന്ധമാണ്, അത് ശരീരത്തിൽ സൂക്ഷിക്കപ്പെട്ട ബന്ധമാണ്, അത് അല്ലാഹു നൽകിയ ഒരു അമൂല്യമായ നിധിയാണ്. അത് ആമിന ഉമ്മക്ക് അല്ലാഹു കൊടുത്ത വലിയ ഭാഗ്യമാണ്. അത് ആമിന ഉമ്മയുടെ മഹത്വമാണ്. അത് ആമിന ഉമ്മയുടെ പോരിഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? മാതാപിതാക്കളോട് കരുണ ചെയ്യാനാണ്, അല്ലെ? മാതാപിതാക്കളോട് കരുണ കാണിക്കാനാണ്. അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ താല്പര്യമാണ്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ്? അത് തൗഹീദാണ്. അള്ളാഹുവിലുള്ള ഏകത്വമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്, അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കലാണ്, അള്ളാഹുവിനെ പരിപൂർണമായി ഉൾക്കൊള്ളലാണ്, അവനല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അത് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കലാണ്, അതിനെ പ്രഖ്യാപിക്കലാണ്. മനസ്സിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് പ്രഖ്യാപിക്കൽ കൂടി വേണം. അല്ലാഹു ഏകനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരാൾക്ക് നാവുകൊണ്ട് ഒരാൾ പറയാതെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരാൾ നിസ്കാരത്തിന്റെ നിയ്യത്ത് മനസ്സിൽ മാത്രം കരുതിയാൽ പോരെ, മതി. ഒരാൾ നോമ്പിന്റെ നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ പോരെ, മതി. ഒരാളെ ഹജ്ജിന്റെ നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ പോരെ, മതി. പക്ഷേ അല്ലാഹു ഏകനാണ്. ആ മുത്താ റബ്ബിന്റെ, ഏകനായ റബ്ബിന്റെ ദൂതനാണ്, പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരാള് പ്രഖ്യാപിച്ചാൽ മാത്രമേ അയാൾ മുസ്ലിം ആവുകയുള്ളൂ. മനസ്സിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മനസ്സിൽ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ട് കരുതിയിട്ട് കാര്യമില്ല. മനസ്സിൽ കരുതി ഉറപ്പിച്ച് നാവുകൊണ്ട് മൊഴിയണം, നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയാത്തവർ അയാളുടെ അന്യഭാഷ കൊണ്ട് പറയണം. അല്ലാഹു ഏകനാണ്. അതാണ് അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിന്റെ കാതൽ, തൗഹീദാണ്. അള്ളാഹുവിന് വേറൊരു പങ്കുകാരില്ല. അള്ളാഹു ഏകനാണ്, അള്ളാഹു ഒരുവനാണ്. ഇലാഹായ റബ്ബ് മാത്രമേ, അള്ളാഹു മാത്രമേ നമുക്ക് ഇലാഹായിട്ടുള്ളൂ. ആ അടിസ്ഥാന തത്വം പ്രഖ്യാപിക്കണമെന്ന് വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ് അള്ളാഹു പ്രത്യേകം നമ്മളോട് വിധിക്കുകയാണ്. വഖളാ റബ്ബുക, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ഖളാ, അള്ളാഹുവിന്റെ പ്രഖ്യാപനം, അള്ളാഹു നമ്മളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത് വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും നിങ്ങൾ ഇലാഹുകളാക്കരുത് എന്ന നാഥനായ റബ്ബിന്റെ തീരുമാനം. അത് അടിസ്ഥാനപരമായ തൗഹീദല്ലേ. അത് പറഞ്ഞ ഉടനെ അല്ലാഹു എന്താ പറയുന്നത്? വബിൽ വാലിദൈനി ഇഹ്സാനാ
വബിൽവാലിദൈനി ഇഹ്സാനാ വബിൽവാലിദൈനി ഇഹ്സാനാ. ഒരു കാര്യത്തിന്റെ കൂടെ പറയുമ്പോ അതിന് വലിയ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ തൗഹീദിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് അതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. ആ കാര്യം വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന ആ റബ്ബിന്റെ തീരുമാനം അള്ളാഹു പ്രഖ്യാപിച്ചതിന്റെ ശേഷം അള്ളാഹു നമ്മളോട് അടുത്തതായി പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കണം, മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാനുള്ളവരാകണം, മാതാപിതാക്കളോട് നിങ്ങൾ നന്മയുള്ളവരാകണം. എന്തൊരു ബന്ധമാണ് അതിനുള്ളത്? അടിസ്ഥാനപരമായി തൗഹീദിന്റെ വിഷയം പറഞ്ഞിട്ട് മാതാപിതാക്കളെ പരിഗണിക്കണം, മാതാപിതാക്കളോട് കരുണയുള്ളവരാകണം, മാതാപിതാക്കളോട് ഇഹ്സാനുള്ളവരാകണം എന്ന് അള്ളാഹു നമ്മളോട് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ആ റബ്ബിന് ആ പരിഗണന, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ തൗഹീദിന്റെ ആ പരിഗണന കഴിഞ്ഞാൽ അടുത്ത പരിഗണനയായിട്ട് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് മാതാപിതാക്കളോടുള്ള സ്നേഹമാണ്. ഇത് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുകയില്ലേ? നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഒരു കാര്യത്തിന്റെ കൂടെ അള്ളാഹു അടുത്ത വിഷയമായി അത് പറയുമ്പോ അതിന് വലിയ പ്രാമുഖ്യമുണ്ട്, അതിന് വലിയ പരിഗണനയുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്? ഇവിടെയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ റബ്ബിന്റെ വലിയ താല്പര്യമാണ് മാതാപിതാക്കളോട് ബഹുമാനമുള്ളവരാകണം. ഈ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമി ലോകത്ത് ആ റബ്ബിന്റെ കൽപ്പന ആദ്യമായി കേൾക്കുന്നത് ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മാതാപിതാക്കളോട് ഇഹ്സാനില്ലാതിരിക്കുമോ, സ്നേഹമില്ലാതിരിക്കുമോ, ബഹുമാനമില്ലാതിരിക്കുമോ, ആദരവില്ലാതിരിക്കുമോ? അള്ളാഹുവിന്റെ പ്രഖ്യാപനമല്ലേ, അള്ളാഹുവല്ലേ അത് പറഞ്ഞത്, അള്ളാഹുവല്ലേ ആ ലോകത്തിനോട് ആ വിഷയം ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ആ വിഷയം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കുകയും അതെ മുത്തുനബി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഖുലുഖുഹു അൽ ഖുർആൻ. മുത്തുനബി എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. ഖുർആൻ എങ്ങനെയായിരുന്നു, എന്തായിരുന്നോ അതായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഒരു അക്ഷരങ്ങൾക്കോ ഒരു വള്ളികൾക്കോ ഒരു പുള്ളികൾക്കോ ഒരു വ്യത്യാസമില്ലാതെ ജീവിതം അതുപോലെ ലോകത്തിന്റെ മുന്നിൽ ഖുർആനികമായി ജീവിച്ച ഒരേ ഒരു വ്യക്തിപ്രഭാവമുണ്ടെങ്കിൽ അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, താജ്ദാറെ മദീന, നൂറെ മുജസ്സം, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാതെ വേറൊരാളെയും നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ആ ഖുർആനാണ് മുത്തുനബിയുടെ ജീവിതമെന്ന്, മുത്തുനബിയെ ജീവിതത്തിന്റെ തുടക്കം മുതലേ ആ ചെറിയ പ്രായം മുതലേ വലിയ അവിടുത്തെ വഫാത്തിന്റെ സമയം വരെ അവസാന നിമിഷം വരെ അനുഭവിച്ച ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ ആ ഖുർആൻ പ്രഖ്യാപിച്ച കാര്യമാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. അത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ അത് വ്യക്തമായി അള്ളാഹുവിന്റെ റസൂല് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ മാതാപിതാക്കളോടുള്ള സ്നേഹം, മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കുള്ള സ്നേഹം അത് വേറൊരാൾക്കും ഉണ്ടാകാനിടയില്ല. ഭാര്യയോട് നിങ്ങൾ അങ്ങനെ സ്നേഹം കാണിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സ്നേഹം വേണ്ടെന്നല്ല, ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, സ്നേഹം ഉണ്ടാവണം തന്നെയാ പറയണത്. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകണമെന്ന് ഖുർആനിൽ ഒരു ആയത്തോതിയിട്ട് അങ്ങനെ 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 ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല.
സ്വാഭാവികമായും സ്നേഹം ഉണ്ടാവും, ഹദീസുകളുണ്ട്, വർത്തമാനമുണ്ട്, ഒക്കെയാണ്. പക്ഷെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒക്കെ ഉണ്ട്. ഏറ്റവും ബഹുമാനം ഉപ്പയോട് ഉമ്മയോടാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളൂ. അത് എത്ര വലിയ ഭാര്യയായാലും ഭർത്താവായാലും ആദ്യത്തെ സ്ഥാനം ഉമ്മക്ക് ഉപ്പക്കാണ്. അത് കഴിഞ്ഞിട്ടേ എല്ലാവർക്കും പരിഗണനകളുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഉപ്പ ഉമ്മ, ആ ഉപ്പയും ഉമ്മയുമാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവും ആമിന ബീവി റളിയല്ലാഹു അൻഹ. ആ ഉമ്മക്ക് അല്ലാഹു കൊടുത്തൊരു ഭാഗ്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി ഞാന് അബവാ എന്ന് പറയുന്ന സ്ഥലത്ത്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു, ജീവിതത്തിലെ വലിയൊരു അഭിലാഷമായിരുന്നു ആമിന ഉമ്മയെ സിയാറത്ത് ചെയ്യാം. അങ്ങോട്ട് വലിയ പ്രവേശനങ്ങളൊന്നുമില്ല. വളരെ രാത്രി സമയത്ത് വളരെ തന്ത്രപരമായിട്ട് ശ്രദ്ധിച്ചേ പോകാൻ പറ്റൂ. അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത് മംനുആക്കാനുള്ള കാരണം ഉമ്മാക്ക് മഹത്വമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അവിടെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പോകാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു ഉൾഭാഗത്താണ്. പിന്നെ അവിടെ കുറെ പോലീസുകാരും കുറെ പട്ടാളവും കുറെ ആളുകളൊക്കെ നിശ്ചയിക്കേണ്ടി വരും. സ്വാഭാവികമായും ആളുകളൊക്കെ അവിടേക്ക് തന്നെ സിയാറത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതൊക്കെ വലിയ പ്രയാസമുണ്ടാകും. പട്ടാളത്തെയും പോലീസിനൊക്കെ ഒരു സ്ഥലത്ത് വിന്യസിക്കുക, ആളുകൾ വരുമ്പോ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നോക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊക്കെ ഇല്ലാതിരിക്കാനാണ് അങ്ങോട്ടൊക്കെയുള്ള യാത്ര മംനുആക്കുന്നത്. പക്ഷെ നമ്മള് ഉമ്മയോടുള്ള അടങ്ങാത്ത ഉമ്മാന്റെ ഹളറത്തിലെത്തണം, ഉമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന വലിയ ആഗ്രഹത്തിൽ വളരെ പാതിരാത്രി സമയം ഉമ്മാന്റെ അടുക്കലേക്ക് പോയി. മാഷാ അല്ലാഹ്, ഉമ്മാന്റെ ഹളറത്ത് നിന്നാണ് സുബഹി നിസ്കരിച്ചത്. ഒരു വലിയ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണം. ഒരുപാട് ഇങ്ങനെ കയറി പോയാൽ ഒരു വലിയ മലയുടെ മുകളിൽ പ്രത്യേകമായൊരു സ്ഥലം. അന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ അന്ന് അവിടെ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അത്രേ വലിയൊരു ഒരു തൂഫാൻ ഉണ്ടായി. അത് കാരണം അവിടൊക്കെ അബവാ എന്ന് പറയുന്ന നാട് വെള്ളത്തിൽ മുങ്ങി. അപ്പൊ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയപ്പോഴാണ് അതിൽ നിന്നൊരു പരിഹാരം കിട്ടാനാണ് മലയുടെ മുകളിൽ കൊണ്ടുപോയി ഖബർ വച്ചത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി അവിടെ എത്തിയപ്പോൾ ഉമ്മാന്റെ ഖബർ, മാഷാ അല്ലാഹ്, കുറെ സമയം ആ ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കരഞ്ഞു. എത്ര വലിയ മഹത്വമുള്ള ഉമ്മയാണ് ഈ ഉമ്മ. ആ ഉമ്മയോളം മഹത്വമുള്ളൊരു ഉമ്മ ലോകത്ത് വേറെയുണ്ടോ? ആ ഉമ്മാനെ കുറിച്ചാണ് ചിലര് നരകത്തിലാണെന്ന് പറയുന്നത്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ സന്താന പരമ്പരകളെ മുഴുവനും അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ പറയുന്നത് ആ ഉമ്മ വലിയ ഭാഗ്യമുള്ള ഉമ്മ, ഹബീബായ തങ്ങളുടെ ഉമ്മ അല്ലേ? മാഷാ അല്ലാഹ്. ആ മഹത്വം എങ്ങനെയാണ് നമ്മൾ പറയാ? ആ ബഹുമാനം എങ്ങനെയാ നമ്മൾ പറയാ? ഒരാളെ കൊണ്ടത് വിശദീകരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു മഹത്വങ്ങളാണോ? അല്ല. അല്ലാഹു വലിയ ഭാഗ്യം ചെയ്ത ഉമ്മ. ആ ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉമ്മമാർക്കൊക്കെയും അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ആ ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ഖബർ അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും ആ ഉമ്മമാരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എനിക്കൊരുപാട് ഉമ്മമാരുണ്ട്, അതൊരു വലിയ തൗഫീഖാണ്. മദനീയത്തിലെ ഉമ്മമാര് ഒരുപാട് ഉമ്മമാരുണ്ട്, വയസ്സായ ഉമ്മമാർ. അവരൊക്കെ നമ്മുടെ ഉമ്മാന്റെ പ്രായമുള്ള ഉമ്മമാരാണ്. അവർക്കൊക്കെ നമുക്കൊരു ഉമ്മാനെ പോലെയാണ്. അള്ളാഹു നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നാളെ സ്വർഗത്തിൽ നമ്മുടെ ഉമ്മമാരുടെ ഉമ്മാമമാരുടെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എന്ത് രസമുണ്ടാവല്ലേ സ്വർഗത്തുനിന്ന് ഉമ്മാനെ കണ്ടാൽ. ഹൂറുല്ലിങ്ങളെ കാണുന്നതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയുണ്ട്.
എന്നാ മനസ്സിലാക്കിയ സ്വർഗത്തിൽ ഉമ്മാമാനെ കണ്ടാല് ഉമ്മാമാനെ കണ്ടാല് അവരെ ഉമ്മാനെ കണ്ടാല് ആ എന്തായിരിക്കും അതിന്റെ രസം. പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയാം അല്ലെ. ഓർക്കാനേറെയുണ്ടാകും, പറയാനേറെയുണ്ടാകും. 5 തലമുറകളൊക്കെ ഉള്ളവരുണ്ട്. 5 തലമുറകൾ അഥവാ ഉമ്മാന്റെ മോള്, അവരുടെ മോള്, അവരുടെ മോളെ മോള്, അവരുടെ മോളെ മോള്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ചില കുടുംബങ്ങളുണ്ട് 5 തലമുറകളുള്ള ആളുകളുണ്ട്. ഉമ്മ ഉണ്ടാവും, ആ ഉമ്മാന്റെ മകളുണ്ടാവും, ആ മകളുടെ മകളുണ്ടാവും, ആ മകളുടെ മകളുണ്ടാവും, ആ മകളുടെ മകളുണ്ടാവും. അങ്ങനെ 5 ആളുണ്ട്. 6ാമത്തെ ആളൊക്കെ ഉണ്ടാവല് വളരെ അപൂർവമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യമാണ്. 5 ആളുകളൊക്കെ ഉള്ളവരെ എനിക്കറിയാം. അവരൊക്കെ ഇങ്ങനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ ജല്ല ജലാലായ തമ്പുരാനെ എന്തായിരിക്കും എന്റെ ഒരു സന്തോഷം. അല്ലാ, ഞങ്ങളെ ഉമ്മമാരുടെ കൂടെ, ഉമ്മാമ്മമാരുടെ കൂടെ ഞങ്ങളെ നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലുകയാണ് ഒരു 129 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് يا لطيف 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 يا لطيف. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الله الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لها نجم في سماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അല്ലാഹ് നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ കബൂൽ ചെയ്യണേ അല്ലാഹ് ഇന്ന് രാത്രിയായിരുന്നു മക്കയിലേക്ക് മദീനയിലേക്ക് പോകേണ്ടത്
ഇതുവരേക്കും ഒരു തീരുമാനവും വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഫ്ലൈറ്റ് ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയും അങ്ങനെ ഇന്നത്തെ രാത്രി തന്നെ ശുദ്ധമായ മക്കയിലേക്ക് പോകാനും നമ്മുടെ 14 ദിവസത്തെ മഹത്തായ ആ കർമ്മം പരിശുദ്ധമായ മക്കയിൽ വെച്ച് ആരംഭിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. സുഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് റാഹത്തിലാക്കണേ അല്ലാഹ്. അല്ലാ അല്ലാ നിന്റെ ഇടക്ക് രാത്രി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ലഭിച്ചപ്പോ ഇങ്ങനെ ചിലപ്പോ മഗ്‌രിബിന് ശേഷം വിവരങ്ങൾ വരും. വന്നാല് രാത്രി ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ. ദ്വാരക്കുമ്പൻ അവര് വിളിച്ചിട്ടുണ്ട്. ഒരു ശുഭ സൂചനയായി നമുക്ക് കാണാം. ഇനി ഇൻഷാ അല്ലാഹ് അള്ളാന്റെ ഖളാണ് എന്താന്ന് അറിയില്ലല്ലോ. അള്ളാഹു എന്താണെന്ന് നിശ്ചയിച്ചത് നടക്കും. ദുആഇന് നമ്മളൊരു കുറവും വരുത്തണ്ട. എല്ലാ ദുആവും സ്വീകരിച്ചോളണമെന്നില്ല. സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ്, സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാന്റെ ഖളാ അതാണ് എന്ന് മനസ്സിലാക്കി വേറെ വഴികൾ നോക്കേണ്ടി വരും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ ഖളാവോടെ അവിടേക്ക് എത്തണം. ഫലമ്മാനാവാനു മൗലിദിൽ കരീം വഹാന മഖ്ദമുഹു ശരീഫുൽ അളീം സ്വസാഉസുൽ ഇശാറതി ബിൽ ബിശാറതി ലിഅഹ്ലിൽ അർളി അജ്മഈൻ وما أرسلناك إلا رحمة للعالمين فعند ذلك عفت بأمه آمنة الملائكة الأبرار تعجبها بأجنحتها عن أعين الأغيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل وأقبلت الحور العين إلى أمه آمنة تبشرها بأنها من جميع المخاوف آمنة وتنوب عن القوابل البشرية بالسعادة الأبدية والغرة القمرية والطلعة المحمدية أخذها المخاض واشتد بها آلام فولدت النبي صلى الله عليه وسلم. ഹബീബായ തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് പൂജാതരാവുകയാണ്. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് ഷറഫുൽ അനാം മൗലിദിലെ
ആ ഭാഗം മഹാന്മാര് വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അത്ഭുതം, മുത്തു റസൂലുള്ളാന്റെ ജനനം, പൊന്നുമോന്റെ ജനനം എത്ര നല്ല ജനനമായിരുന്നു. മലായിക്കത്തുകൾ കാവൽ നിൽക്കുകയാണ്, ഹൂറുല്ലീങ്ങൾ ഇറങ്ങി വരികയാണ്. എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ കണ്ണന്മാരിൽ നിന്നും, എല്ലാ മോശപ്പെട്ടവരുടെ നോട്ടങ്ങളിൽ നിന്നും അതൊന്നും അവിടേക്ക് വരാതിരിക്കാൻ മലായിക്കത്തുകൾ ചിറകുകൾ വിരിക്കുകയാണ്. മലായിക്കത്തുകൾ ചിറകുകൾ വിരിക്കുമ്പോ ആകാശ ലോകത്തു നിന്ന് ഹൂറുല്ലീങ്ങൾ കടന്നു വരികയാണ്. അങ്ങനെ ഹൂറുല്ലീങ്ങളുടെ അകമ്പടിയോടുകൂടെ, ഹൂറുല്ലീങ്ങളുടെ പരിചരണത്തിലായി ഭൂമി ലോകത്തേക്ക് പൂജാതരായ ഒരേ ഒരു നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. വേദനയില്ല, വിഷമങ്ങളില്ല, ഒരു ബുദ്ധിമുട്ടുകളും ആമിന ബീവി അനുഭവിക്കുന്നില്ല. എങ്ങനെ അനുഭവിക്കാനാണ്? ആരെയാണ് പ്രസവിക്കുന്നത്? ഗർഭകാലഘട്ടത്തിൽ തന്നെ ആമിന ബീവി പറയുകയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷം, എനിക്ക് വല്ലാത്ത ഉത്സാഹം, വല്ലാത്ത ആവേശം. സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലും ആമിന ബീവിക്ക് അള്ളാഹു കൊടുത്തില്ല. കാരണം ഉദരത്തിൽ വളരുന്നത് ലോകത്തിന്റെ നേതാവാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ സൗഭാഗ്യം ലഭിക്കുകയാണ് ഉമ്മക്ക്. വയറ്റിന്റെ മുകളിൽ നിന്ന് പ്രകാശം പരക്കുന്നത് ആമിന ഉമ്മ പലപ്പോഴും കണ്ടിരുന്നുവത്രേ. ഗർഭകാലത്ത് വയറ്റിന്റെ ഉള്ളിൽ മുകളിൽ ഇങ്ങനെ പ്രകാശം പരക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ആ ഉമ്മക്ക് എത്ര സന്തോഷമുണ്ടായിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു മക്കളെ ഗർഭിണിയാകുന്ന സമയത്ത് അതിന് അവസരം ലഭിക്കുമോ? ഇല്ലല്ലോ. ആമിന ബീവിക്ക് അല്ലാഹു ഒരൊറ്റ ഒരു മകനെ മാത്രമേ കൊടുത്തുള്ളൂ. വേറെ ഒരു ജന്മവും ആ വയറ്റിൽ നിന്ന് ഉണ്ടായില്ല. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നുവല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുമായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെ വളരെ പെട്ടെന്ന് അള്ളാഹു കൊണ്ടുപോയില്ലേ? അതിന്റെ പിന്നിലൊക്കെ എത്ര വലിയ രഹസ്യങ്ങൾ ഉണ്ടാകും. എന്തേ അവരെ ജീവിപ്പിച്ചില്ല? ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരിക്കും, അത് ഏതൊക്കെ രൂപത്തിലാണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ തന്ത്രപരമായ റബ്ബിന്റെ ഹിക്മത്തുകളാണ്, റബ്ബിന്റെ തീരുമാനങ്ങളാണ്. ആ ഉമ്മക്ക് ഏക മകനായി അള്ളാഹു കൊടുത്തു. ആ മകനെ ജനിച്ചു, പ്രസവിച്ചു. പിന്നീട് മഹദിമാരായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ ആ മകനെ 4 വർഷം പോറ്റിയിട്ടുണ്ട്. 4 വർഷം ഹലീമത്തു സഅദിയ്യ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ദുആയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എനിക്കാണെങ്കിൽ ചെറിയൊരു ഒരുക്കൊരുങ്ങണം, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. രാത്രി തന്നെ യാത്ര പുറപ്പെടാൻ, അല്ലാഹു ആലം. ഏതായിരുന്നാലും പുറപ്പെട്ടാല് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ നമ്മളൊരു 14 ദിവസത്തെ ഒരു പ്രത്യേക മജ്ലിസ് നമുക്ക് റബ്ബിന്റെ തൗഫീഖിനാലെ ഇൻഷാ അല്ലാഹ് മക്കയിൽ നിന്ന് ആരംഭിക്കണം എന്നതായിരുന്നു നിയ്യത്ത്. നീ അല്ലാഹു പൂർത്തിയാക്കി തന്നാൽ അൽഹംദുലില്ലാഹ്. നമുക്ക് നാളെ ഇവിടെ തന്നെ തുടങ്ങാം. ഷായർ മുബാറക് സാക്ഷിയാണ്. ആസാറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ യജമാനനായ അല്ലാഹ്,
നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. ഇസ്സത്തിലാകണേ അല്ലാ, റാഹത്തിലാകണേ അല്ലാ, സമാധാനത്തിലാകണേ അല്ലാ. മുറാദുകൾ ഹാസുലാക്കി തരണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവേ അവരുടെ ചെറുതും വലുതുമായ സർവ ഖൈറായ മുറാദുകളും റബ്ബായ നീ ഹാസുലാക്കണേ അല്ലാ. ഖൈറിന്റെ വാതില് ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. എല്ലാ ഷർറുകളും അല്ലാഹുവേ തട്ടി ദൂരത്താക്കണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഭാര്യക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ആ ഭാര്യക്ക് നല്ല ശിഫയും നല്ല റാഹത്തും നീ നൽകണേ അല്ലാ. ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകള് വലിയ വിഷമങ്ങള്. ഒരു സഹോദരി ഡോക്ടർ മാർച്ച് 17 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി 15 ദിവസമുള്ളത്. കുഞ്ഞിന്റെ താലേക്ക് വന്നിട്ടില്ല. ശക്തി കുറവാണ്, ക്ഷീണുണ്ട്. അപസ്മാരത്തിന്റെ പ്രയാസമുണ്ട്. അതൊന്നുമില്ലാണ്ട് നല്ല റാഹത്തില് സുഖമായി പ്രസവിക്കാൻ റംലത്ത് എന്ന് പറയുന്ന ആ സഹോദരിക്ക് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ ഒരുപാട് ആളുകള് بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവർക്കും അറിയിച്ചു കൊടുക്കണേ. നിങ്ങളാരും അറിയിച്ചു കൊടുക്കാതെ പോകരുത്. നാളെ ഒരു 14 ദിവസം എല്ലാരോടും നിങ്ങളെല്ലാരോടും പറയും. ഇൻഷാ അല്ലാഹ് അതൊരു പരിഹാരം ഉണ്ടാവണം. അതിൽ നിന്നൊന്നും കേൾക്കാത്ത അറിയാത്ത ആളുകൾ ഉണ്ടാവും. അവരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. എല്ലാരോടും പറയണം. നമ്മൾ നാളെ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. മക്കയിൽ നിന്ന് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാ. നീ തൗഫീഖ് തരണേ അല്ലാ. തൗഫീഖ് നൽകണേ
റബ്ബേ ഇൻഷാ അല്ലാഹ് ഹദായ തമ്പുരാനേ കാരുണ്യമേ. ഷഫീഖേ ഷഫീഖ്